ഹായ്, പലരും ചോദിക്കുന്ന ചോദ്യമാണ് പെർഫ്യൂം ഉണ്ടാക്കുന്ന ആൽക്കഹോളിനെ പറ്റിയിട്ടും ലോങ് ലാസ്റ്റിംഗ് ഓയിലിനെ പറ്റിയിട്ടും. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ആക്കാന്ന് വിചാരിച്ച്. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ പലരും മനസ്സിലേക്ക് വരുന്നത് അതൊരു നജസാണ്, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതാണെന്ന്. ഇന്ന് മാർക്കറ്റിൽ പല വിധത്തിലും പല ബ്രാൻഡിന്റെയും വെറൈറ്റി ആൽക്കഹോൾ ഇന്ന് ഞങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടാൻ സാധിക്കും. അപ്പൊ രണ്ട് ആൽക്കഹോളിനെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ ഇപ്പോ പ്രതിപാദിക്കുന്നത്. കാരണം എല്ലാം ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ കൺഫ്യൂസ് ആയി പോകും. പെർഫ്യൂമിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ, ഈ ആൽക്കഹോളിൽ രണ്ട് ടൈപ്പിലുണ്ട്. ഒന്ന് എത്തനോള്, മറ്റൊന്ന് മെത്തനോള്. എത്തനോൾ ഓയിൽ എന്ന് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ എത്തനോൾ ആൽക്കഹോൾ എന്ന് പറഞ്ഞാല് അത് പെർഫ്യൂമിന് വേണ്ടി, ആ പെർഫ്യൂമിന്റെ മണത്തെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആൽക്കഹോളാണ്. അത് ഞങ്ങളെ സ്കിന്നിലേക്കോ അല്ലെങ്കിൽ ഞങ്ങളെ രോമങ്ങളിലേക്കോ ഒന്നും ബുദ്ധിമുട്ട് തരുന്നില്ല ഈ ആൽക്കഹോൾ. മറ്റൊരു ആൽക്കഹോളാണ് മെത്തനോൾ. അത് ഈ ഷാംപൂകൾക്ക്, അതുപോലെ തന്നെ സർഫ് എക്സൽ പോലത്തെ സാധനങ്ങൾക്ക് അതിന്റെ മണത്തെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആൽക്കഹോളാണ്. ഇത് ചിലപ്പോൾ ഞങ്ങളെ സ്കിന്നിലേക്കോ ഞങ്ങളെ ശരീരത്തിലേക്ക് പിന്നെ ഇട്ടാൽ ചിലപ്പോൾ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തരും. അപ്പൊ ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് ആൽക്കഹോൾ ഞങ്ങൾ പെർഫ്യൂംസിൽ വരുന്ന ആൽക്കഹോളും മറ്റതും ഇങ്ങനെ രണ്ട് ടൈപ്പായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പെർഫ്യൂം വാട്ടറിൽ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളെ പ്യൂർ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിലും പെർഫ്യൂം ഉണ്ടാക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഇപ്പോ ഒരു ചെമ്പില് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് കുറെ ദിവസം കഴിഞ്ഞ് ചിലപ്പോ അതിലെന്തെങ്കിലും കീട്ടങ്ങള് വേറെ എന്തെങ്കിലും വന്നിട്ട് കയറിയിട്ട് അത് കേടായി പോകും, ആ വെള്ളം മലീമസമാവും. പക്ഷെ അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ കുടിക്കുന്ന ഇതേ വാട്ടറിനെ തന്നെ ഡിസ്റ്റിലേഷൻ ചെയ്തിട്ട് അതിനെ പ്യൂർ ചെയ്തിട്ട് ഞങ്ങളെ ബാറ്ററികൾക്ക് വയ്ക്കുന്ന വാട്ടർ ഉണ്ടല്ലോ, അതുപോലെ ചെയ്തിട്ട് അതിനെ ആൽക്കഹോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പൊ അത് എത്ര സമയങ്ങൾ വെച്ചാലും എത്ര വർഷങ്ങൾ വെച്ചാലും അതിനൊരു ബുദ്ധിമുട്ടും വരില്ല. എത്ര വർഷം വെച്ചാലും ഒരു ബുദ്ധിമുട്ടും അതിന് ഉണ്ടാവുകയില്ല. അതാണ് ഈ വാട്ടർ കൊണ്ടുണ്ടാക്കുന്ന ഈ പെർഫ്യൂം എന്ന് പറയുന്നത്. ഇത് തന്നെ ഈ ആൽക്കഹോൾ ചേർക്കുന്ന സമയത്ത് ഇതിലേക്ക് എത്ര ഓയിലുകൾ ചേർക്കണം, അത് ലോങ് ലാസ്റ്റിംഗ് ഓയിൽ ആവട്ടെ, അല്ലെങ്കിൽ ഞങ്ങളെ ഈ ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പല ബ്രാൻഡിലുള്ള ഈ ഫ്ലെക്സിറ്റോൾ പോലത്തെ ഈ ഓയിൽ ആവട്ടെ, അല്ലെങ്കിൽ പലതരത്തിലും ഓയിലുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പെർഫ്യൂം ഉണ്ടാക്കുമ്പോൾ, ഒരു സബായ അല്ലെങ്കിൽ ഒരു മസ്കി ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹുഡി ഉണ്ടാക്കുമ്പോൾ അതിന് ആൽക്കഹോളിന്റെ കൂടെ 4-5 ഓയിലുകൾ, ചിലപ്പോൾ 10ഓളം 15ഓളം 20ഓളം ഓയിലുകൾ ചേർക്കുന്ന പല ഫ്രാഗ്രൻസും വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ഓയിലുകൾ എത്ര ചേർക്കണം, അതിന് എല്ലാത്തിനും ഒരു കാറ്റഗറി ഉണ്ട്. അതിന് ചേർക്കേണ്ട ഓരോ ML എത്ര ചേർക്കണം എന്ന കണക്കുമുണ്ട്. അപ്പൊ ഈ ഓയിലിന്റെ വിഷയം പറയുമ്പോൾ അതിൽ 3 കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് ടോപ്പ് നോട്ട് എന്ന് പറഞ്ഞിട്ട്. ടോപ്പ് നോട്ട് എന്ന് പറയുമ്പോൾ അതിനൊരു കണക്കുണ്ട്, ഇത്ര മണിക്കൂർ. ഉദാഹരണത്തിന് ഞങ്ങൾ ഈ ടോപ്പ് നോട്ടിൽ വരുന്ന ഏത് ഫ്രാഗ്രൻസി ആവട്ടെ, അതിന്റെ ഓയിലും ആൽക്കഹോളും ചേർക്കുമ്പോൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാത്രമാണ് അത് ഞങ്ങൾക്ക് സ്മെല്ല് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ അത്രേ അത് സ്മെല്ല് നിൽക്കുന്നുള്ളൂ. അപ്പോ അത് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഇത്ര സമയം മാത്രമേ സ്മെല്ല് നിൽക്കൂ. ഉദാഹരണം പറഞ്ഞ ലെവൻഡർ പോലത്തെ അങ്ങനെയുള്ള ഫ്രാഗ്രൻസി എല്ലാം അതിൽ പെടുന്നു. അതുപോലെ തന്നെ ഈ 10-15 മിനിറ്റിനാൽ കൂടുതൽ വരുന്നത് അത് മിഡിൽ നോട്ടിൽ വരും. മിഡിൽ നോട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 2 മണി മുതൽ 4 മണി വരെ അതിന്റെ സ്മെല്ല് നമുക്ക് മണക്കാൻ സാധിക്കും. ഗുലാബ്, റോസ് പോലത്തെ, ഫ്രൂട്ടി പോലത്തെ സ്മെല്ലുകൾ, ഇതെല്ലാം ഞങ്ങൾ മിഡിൽ നോട്ടിൽ വരും. അത് ആ പെർഫ്യൂം എല്ലാം 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ അത്രേ സ്മെല്ല് ഉണ്ടാവുകയില്ലോ. അതിനേക്കാൾ കൂടുതലുണ്ടാവില്ല, ഒരു മധുര സ്മെല്ല് പോലെ ആയിട്ടുണ്ടാവും ഈ മിഡിൽ നോട്ടിൽ വരുന്ന പെർഫ്യൂമുകൾ.